നമസ്കാരം സ്നേഹിതരെ, എല്ലാവരും സുഖവും സന്തോഷവുമായി കഴിയുന്നുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നാം കേട്ടുവരുന്നൊരു വാർത്തയാണല്ലോ ഷിരൂരിലെ വലിയ അപകടം. ഇന്ന് ആ അപകട സ്ഥലത്തു നിന്ന് ആ ട്രക്കിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെടുത്തതായി വാർത്ത കാണുവാൻ ഇടയായി തീർന്നു. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ സർവേശ്വരൻ സമാധാനിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആ നിലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഒരു മനുഷ്യ ജീവനു വേണ്ടി എത്രമാത്രം അധ്വാനമാണ് നമ്മുടെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തീർത്തും പ്രശംസനീയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നിർഭാഗ്യവശാൽ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ മിക്കവാറും അസ്ഥാനത്തായിരിക്കുകയാണെന്നുള്ളതും നമുക്കറിയാം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിലെ ഒരു വേദാംശമാണ് എൻ്റെ ശ്രദ്ധയിൽ കടന്നു വന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യശകലമാണ് നാം ഇപ്പോൾ കേട്ടത്. ബൈബിൾ ഒരു മനുഷ്യൻ്റെ വിലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ്റെ വില സർവ്വ ലോകത്തെക്കാളും വലിയതാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പലപ്പോഴും ദൈവ സൃഷ്ടിയായ മനുഷ്യന് ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന വില എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുന്നുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് നാം വായിക്കുന്നു. ഇവിടെയും ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിന് കൊടുത്ത വിലയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം അവിടുത്തെ സ്വന്തം പുത്രനെ നമ്മുടെ പകരക്കാരനായി നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണത്തിന് ഏൽപ്പിച്ചു, അതിനനുവദിച്ചു എന്നുള്ളതും ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വില, എൻ്റെ വില, നിങ്ങളുടെ വില എന്നത് ഈ ലോകത്തിൻ്റെ വിലയേക്കാൾ വലിയതാണെന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്തിലുള്ള ഒരു സംവിധാനങ്ങളും മനുഷ്യന് ഈ നിലയിൽ വില കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ബൈബിൾ മനുഷ്യന് കൊടുക്കുന്ന വില എത്രയോ വലുതാണെന്നുള്ളത് വീണ്ടും നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സ്നേഹിത, ദൈവം എന്നെയും നിന്നെയും സ്നേഹിച്ചത് സ്വന്തം ജീവൻ നൽകിയാണ്. ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് ദൈവം എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം. ഇത്രമാത്രം സ്വന്തം ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ആ ദൈവത്തെ നമുക്ക് തിരിച്ച് അല്പമെങ്കിലും സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു നിമിഷം ചിന്തിക്കേണ്ടുന്ന വസ്തുതയല്ലേ? ഒരു ചോക്ലേറ്റെങ്കിലും നമുക്ക് തരുന്ന ഒരാളോടുള്ള ബന്ധത്തിൽ തിരിച്ച് നാം അവരോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ജീവനെ തന്നെ നമുക്ക് വേണ്ടി പകരമായി യാഗമർപ്പിച്ച ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സ്നേഹം തിരികെ നൽകുവാൻ നാം ബാധ്യസ്ഥരല്ലേ? ഈ ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ ദൈവം നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവിടുത്തെ ജീവൻ നമുക്ക് പകരമായി നൽകി ദൈവസ്നേഹം ദൈവം പ്രദർശിപ്പിച്ചു. ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം തരുന്ന സ്നേഹം നിത്യമാണ്, ശാശ്വതമാണ്, അത് സൗജന്യമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ലോകത്തേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിച്ച ഈ ദൈവത്തെ വരുന്ന ദിവസങ്ങളിൽ സ്നേഹിക്കുവാൻ, ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ഈ ചിന്തകളും ഈ ആലോചനകളും നിങ്ങൾക്ക് ഇടയായിത്തീരട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബി വിത്ത് യു.